വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തിൽ ഒരു ലോക റെക്കോർഡ് പിറക്കുന്നു. പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് തമ്മിൽ 3 ടെസ്റ്റ് മത്സരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത്. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും സമനില പാലിച്ചിരുന്നു. പാകിസ്ഥാൻ ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടിയിരുന്നെങ്കിലും മത്സരം റിസൾട്ടിലേക്ക് എത്തിക്കാൻ ഇരു ടീമുകൾക്കും കഴിയാതെ പോയിരുന്നു. രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്ത് ആദ്യ ഇന്നിംഗ്സിൽ 311 റൺസാണ് എടുത്തത്. പാകിസ്ഥാന് ആദ്യ ഇന്നിംഗ്സിൽ 282 റൺസ് മാത്രമാണ് നേടാനായത്. ഒരുപക്ഷെ വെസ്റ്റ് ഇൻഡീസിന്റെ സ്കോറും മറികടന്നുകൊണ്ട് ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് എടുക്കാൻ പാകിസ്ഥാന് കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് മുൻനിര ബാറ്റർമാർ പാകിസ്ഥാന് വേണ്ടി കാഴ്ചവെച്ചത്. അവിടെയാണ് ചരിത്രം പിറന്ന മാരക ബൗളിംഗുമായി ജസ്റ്റിൻ ഗ്രീവ്സ് അവതരിച്ചത്. ഓൾറൗണ്ടർ കൂടിയായ ജസ്റ്റിൻ ഗ്രീവ്സ് നേടിയെടുത്തത് 5 വിക്കറ്റുകളാണ്. 5 വിക്കറ്റ് നേട്ടം ഒരു ലോക റെക്കോർഡല്ല. പക്ഷേ 5 വിക്കറ്റുകളും നേടിയത് താൻ എറിഞ്ഞ ഓരോ ഓവറുകളിലായിരുന്നു എന്നതിന് പുറമെ ആ ഓരോ ഓവറുകളും, അതായത് 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച 5 ഓവറുകളും മാഡിൻ ഓവറായിരുന്നു. അവിടെയാണ് ചരിത്രം പിറക്കുന്നത്. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പാകിസ്ഥാന്റെ മുഹമ്മദ് അലി 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരുന്നു. ഇതേ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന്റെ സെക്കൻഡ് ഇന്നിംഗ്സിൽ പാകിസ്ഥാന് വേണ്ടി മുഹമ്മദ് അബ്ബാസ് 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും ചരിത്രമായില്ല. അതൊട്ടനവധി ബൗളർമാർ 5 വിക്കറ്റ് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രമായി മാറുന്നത് 5 ഓവറുകളിലും ഓരോ വിക്കറ്റ് നേടുന്നതിന് പുറമെ മാഡിൻ ഓവറായി എറിഞ്ഞു പോകുകയും ചെയ്യുന്നു ജസ്റ്റിൻ ഗ്രീവ്സ്. 32കാരനായ ജസ്റ്റിൻ ഗ്രീവ്സ് അങ്ങനെയാണ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. സത്യത്തിൽ പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസിന്റെ 311 റൺസിന് മറുപടി ആയിക്കൊണ്ട് ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ലീഡ് എടുക്കേണ്ടിയിരുന്നതാണ്. ഇമാമുൽ ഹക്കിന്റെയും ഷാൻ മസൂദിന്റെയും പാർട്ണർഷിപ്പിലൂടെ ശക്തമായ ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് പാകിസ്ഥാൻ കാഴ്ചവെച്ചത്. ഇമാമുൽ ഹക്ക് 62 റൺസും ഷാൻ മസൂദ് സെഞ്ചുറിയും നേടിയിരുന്നു. പക്ഷേ അവിടെ നിന്നങ്ങോട്ട് കൃത്യമായ ഇടവേളകളിൽ വെസ്റ്റ് ഇൻഡീസ് വിക്കറ്റ് നേടിക്കൊണ്ടേയിരുന്നു. അതിൽ 5 വിക്കറ്റുകളും നേടിയത് ജസ്റ്റിൻ ഗ്രീവ്സ് ആയിരുന്നു. 64, 66, 68, 70, 72 ഈ ഓവറുകളിലായിരുന്നു ജസ്റ്റിൻ ഗ്രീവ്സ് പാകിസ്ഥാന്റെ ഓരോ വിക്കറ്റുകളും നേടിയെടുത്തത്, മേഡിൻ ഓവർ എറിഞ്ഞു പോയത്. ആ ഒരു ബൗളിംഗ് പ്രകടനത്തിന്റെ മികവിൽ 3 വിക്കറ്റിന് 197 എന്ന നിലയിലുണ്ടായിരുന്ന പാകിസ്ഥാനെ 282-ന് എല്ലാ ബാറ്റർമാരെയും പുറത്താക്കുന്ന അത്ഭുതകരമായ പ്രകടനമാണ് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ജസ്റ്റിൻ ഗ്രീവ്സ് ബ്രയാൻ ലാറയുടെ പേരിലുള്ള ആ മൈതാനത്ത് നടത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങേണ്ടി വരുന്നു പാകിസ്ഥാന്. എന്നാൽ വെസ്റ്റ് ഇൻഡീസിന്റെ സെക്കൻഡ് ഇന്നിംഗ്സ് 181 റൺസിന് വെസ്റ്റ് ഇൻഡീസിന്റെ എല്ലാ ബാറ്റർമാരെയും പുറത്താക്കുന്നു. അവിടെ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചത് പാകിസ്ഥാൻ ബൗളർ മുഹമ്മദ് അബ്ബാസ് ആയിരുന്നു. മുഹമ്മദ് അബ്ബാസിന്റെ 5 വിക്കറ്റ് നേട്ടത്തിൽ തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിനെ രണ്ടാം ഇന്നിംഗ്സിൽ 181 എറിഞ്ഞിട്ടത്. പാകിസ്ഥാൻ രണ്ടാം ഇന്നിംഗ്സിന് ബാറ്റിംഗിന് ഇറങ്ങുന്നു. സെക്കൻഡ് ഇന്നിംഗ്സിൽ വിജയിക്കണമെങ്കിൽ 209 റൺസ് നേടണമായിരുന്നു. അവിടെ പാകിസ്ഥാന് 120-ന് വെസ്റ്റ് ഇൻഡീസ് എറിഞ്ഞിടുന്നു. അവിടെയും ഒരു 5 വിക്കറ്റ് പ്രകടനമുണ്ട്. പാകിസ്ഥാനെതിരെ രണ്ടാം ഇന്നിംഗ്സിൽ ജെയ്ഡൻ സീൽസാണ് 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച ബൗളർ. 3 ബൗളർമാർ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച ഒരു ടെസ്റ്റ് മത്സരമായി മാറുന്നു പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള സെക്കൻഡ് ടെസ്റ്റ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയ ഈ ടെസ്റ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിലെ ഈ 90 റൺസ് വിജയത്തോടെ വെസ്റ്റ് ഇൻഡീസ് ലീഡ് പിടിക്കുന്നു. ഇനി ഒരു ടെസ്റ്റ് മത്സരം മാത്രമാണ് ശേഷിക്കുന്നത്. ഓഗസ്റ്റ് 2-നാണ് ആ മത്സരം നടക്കാനിരിക്കുന്നത്. വിജയിച്ചാൽ പാകിസ്ഥാൻ ഈ പരമ്പര സമനില പിടിക്കാം. വെസ്റ്റ് ഇൻഡീസ് വിജയിക്കുകയാണെങ്കിൽ 2-0 പരമ്പര പിടിക്കാം. സമനില പാലിച്ചാലും വെസ്റ്റ് ഇൻഡീസിന് 1-0 ഈ പരമ്പര നേടാം. ആദ്യ ഇന്നിംഗ്സിൽ 5 മേഡിൻ ഓവറും 5 വിക്കറ്റുകളും രണ്ടാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റുകളും നേടിയ ജസ്റ്റിൻ ഗ്രീവ്സ് തന്നെയാണ് ഈ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.